എനിക്ക് പൊതുവെ വണ്ടികളോട് ഒരു താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞാൻ ഏത് ഒരു വണ്ടി നമ്മുടെ അല്ലെങ്കിൽ പോലും പൊതുവെ വണ്ടി ഒന്ന് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. ആ പൊസിഷനിലേക്ക് വരുന്ന കാണാം. ഈ മോഡൽ കണ്ടോ 349 നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്, 77%. അത് എനിക്ക് തോന്നുന്നത് ഓരോരുത്തരുടെയും ഡ്രൈവിംഗ് രീതി അനുസരിച്ച് ഈ വണ്ടി ഡിറ്റക്ട് ചെയ്തിട്ടാണ്. ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും താക്കോലൊന്ന് മാറി ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെ, അതായത് ഇതിന്റെ ഡിക്കി ട്രങ്ക് ഓപ്പൺ എന്നും പറഞ്ഞിട്ട് മെസ്സേജ് കാണിച്ചു. അപ്പോൾ ഫുൾ ടൈം ടിങ് ടിങ് ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ടിരിക്കും. എന്നാൽ ഞാൻ നോക്കുമ്പോൾ ഡിക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അടഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് ആർമിയിലായിരുന്നു, അവിടെ മേജറായിരുന്നു. അവിടെ എപ്പോഴും ഇവിടുന്നാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ കാശ്മീർ പോകുമ്പോഴും ഞാൻ എപ്പോഴും നമുക്ക് അവിടെ സെർവ് ചെയ്തുകൊണ്ട് അറിയാം ഇത് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ B6 Pack 3 ആണ്, ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വന്നിരിക്കുന്നത് ഡോക്ടർ അനീഷ് സാറാണ്. അനീഷ് സാറെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സാറേ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. സാറ് ഇവിടെ സ്വന്തമായിട്ട് ഇതാണോ? ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്. എനിക്ക് സ്വന്തമായിട്ട് 2-3 പ്രൈവറ്റ് പെറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. എറണാകുളം പെറ്റ് ഹോസ്പിറ്റലുണ്ട്, ഇവിടെ മൂവാറ്റുപുഴ എൻ്റെ ബ്രാഞ്ചുണ്ട്. ബേർഡിനെക്സ് എന്നും പറഞ്ഞിട്ട് നമ്മളൊരു എക്സോട്ടിക് എൻ്റെ ബേർഡ്സിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. എക്സോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നോർമലി കാണാത്ത ടൈപ്പ്, ഇപ്പോൾ ഒരു പക്ഷേ ടർട്ടില ഒരു ആമയാവാം, ഈവനെ കാണുന്നുള്ളൂ. പിന്നെ പെറ്റ് സ്നേക്സ് ഉണ്ട്, പോയിസണസ് ഒന്നും അല്ലാതെ. അത് ഈ വനം വകുപ്പിൻ്റെ ഒക്കെ പെർമിഷനോട് കൂടി വളർത്താൻ പറ്റുന്ന പെറ്റ്സ് ഉണ്ട്. പിന്നെ ഷുഗർ ഗ്ലൈഡർ ഉണ്ട്, ഹാംസ്റ്റർ ഉണ്ട്, കിനിപ്പിക്കുണ്ട്, അങ്ങനത്തെ വെറൈറ്റി. പിന്നെ ബേർഡ്സ് ഒത്തിരി വെറൈറ്റി ഉണ്ട്. ബൈറ്റ് ചെയ്യാത്ത സ്നേക്കുകളാണ്, നോൺ പോയിസണസ് സ്നേക്സ് ആണ് മെയിൻലി ഇതിന് വളർത്താം. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ അതിനൊരു വനം വകുപ്പിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, അത് കിട്ടും. അവർക്ക് കിട്ടാത്തതിന് നമുക്ക് വളർത്താൻ പറ്റില്ല. മറ്റേ എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ നമ്മൾ മെയിൻലി ഡോഗ് ആൻഡ് ക്യാറ്റ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞതിന് ശേഷം ആ ഒരു കമ്പാനിയൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് ഭയങ്കരമായിട്ട് മാറി. ഡോഗ് ക്യാറ്റ് എല്ലാം തന്നെ. നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും കെട്ടിയിട്ട് ഇങ്ങനെ ഒരു ഗാർഡ് വളർത്തുക. ഇപ്പം അങ്ങനെയല്ല, വീടിന്റെ ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിലേക്ക് തന്നെ വെസ്റ്റേൺ ഒരു ടൈപ്പിലേക്ക് ആയിക്കൊണ്ടിരിക്കും. പണ്ടും ആയിരുന്നു, എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ കഴിഞ്ഞ് ആളുകൾ അങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന സമയത്ത്. എക്സോട്ടിക് പെറ്റ്സ് കാരണം ഒരു ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു ബേർഡിനെ വളർത്തണമെങ്കിൽ ഒരു ഷുഗർ ഗ്ലൈഡറിനെ വളർത്താനൊക്കെ എളുപ്പമാണ്. വലിയൊരു ഡോഗിനെ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവണം. അതെ അതെ അതെ, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമുക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു പാർട്ട്ണർ ഡോക്ടർ ടിറ്റു എബ്രഹാം ഉണ്ട്. ഞങ്ങൾ പുള്ളി അതിനകത്ത് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ്. അപ്പോൾ അത് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് അത് നോക്കുന്നത് വരുന്നത്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആക്സിഡന്റലി കണ്ടുകൂട്ടിയാണ് കോട്ടയത്ത് വെച്ച്. സാറ് പുതിയതായിട്ട് കോട്ടയത്ത് ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ വർക്കിന് വന്നപ്പോൾ ബൈ ആക്സിഡന്റലി ഞങ്ങൾ മീറ്റ് ചെയ്തതാണ്. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു വീഡിയോ ആക്കി കൊള്ളാം എന്നുള്ള ഒരു താല്പര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ B6 സാർ ഇത് എത്ര ദിവസമായി വണ്ടി വന്നിട്ട്? ഇത് April 2, അപ്പോൾ ഒരു 23 days ആയിട്ടുണ്ട്. അതെ, ഫ്രഷ്. എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിരുന്നു മഹീന്ദ്ര ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ കിട്ടി. അപ്പം നേരത്തെ പ്രീ ബുക്ക് ചെയ്തായിരുന്നു? പ്രീ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യത്തെ ലോട്ടിൽ തന്നെ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. അന്ന് ബുക്ക് ചെയ്ത ഒത്തിരി പേർ കിട്ടായിരുന്നുണ്ട്. അത് നമ്മുടെ ഒരു ലക്ക് പോലെ ഇരിക്കും. എങ്ങനെയുണ്ട് വണ്ടി? വളരെ നല്ല വണ്ടിയാണ്, നല്ല പവറാണ്. ഒന്നാമത് ഓടിക്കുമ്പോൾ ഞാൻ കൂടുതൽ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടും. ദിവസം ഒരു 100-150 കിലോമീറ്റർ ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഇവിടെ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് എറണാകുളം പോകും, കോട്ടയം. അപ്പോൾ എനിക്കൊക്കെ എന്ന് പറയുമ്പോൾ ഒന്നതിൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ എക്കണോമി ഡീസലും പെട്രോളും അടിക്കുന്ന ഒരു ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം ഇതെല്ലാം യൂസ് ചെയ്യുന്ന വണ്ടി ഏതാണ്? ഇപ്പം ബ്രിസയാണ്, അതിവിടെ ഇല്ല. മാഗ്നൈറ്റ് ഉണ്ട്. പെട്ടെന്ന് ഇതിലേക്ക് പോകുമ്പോൾ ഒന്ന് ഇതിൻ്റെ പവറാണ്, ഇതിൻ്റെ ടോർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. അതായത് നമുക്കൊരു ഓവർടേക്ക് ചെയ്യണമെങ്കിലോ പിന്നെ പല മോഡുണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ നമുക്ക് ഭയങ്കര ഡ്രൈവിംഗ് കംഫോർട്ട്, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഡ്രൈവിംഗ് കംഫോർട്ട് ഭയങ്കരമായിട്ട്.
ശരിക്കും B60 B90 ശരിക്കും അതിനെ ബുക്ക് ചെയ്താൽ ശരിക്കും ബ്ലൈൻഡ്ലി ആയിരിക്കുമല്ലോ? ബ്ലൈൻഡ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നെറ്റ് ഇതിൻ്റെ ആ ലോഞ്ചിൻ്റെ സമയത്ത് ഞാൻ സത്യത്തിൽ ബുക്ക് ചെയ്യുമ്പോൾ വണ്ടി ഒരു പ്രാവശ്യം ഒന്ന് പോയി കണ്ടിരുന്നു എന്നല്ലാതെ ഒരു ഐഡിയ ഇതിനെക്കുറിച്ചില്ല. ഇത് വായിച്ചപ്പോൾ റിവ്യൂ ഒക്കെ വായിച്ചപ്പോൾ നല്ലതെന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ സ്പെക്കൊക്കെ വായിച്ചപ്പോഴേ പിന്നെ ഫസ്റ്റ് ബാച്ച് ആകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നം വരും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു, സോഫ്റ്റ്വെയർ ഇതൊക്കെ. അതൊക്കെ നമ്മുടെ ഒരു റിസ്ക്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഇവിടുന്ന് തന്നെ മൂവാറ്റുപുഴയിൽ തന്നെയാണ് വണ്ടി എടുത്തത്? അല്ലല്ല, എറണാകുളത്ത് ഓട്ടോമോട്ടീവ് മാനുഫാക്ചറേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ സെഗ്മെന്റിൽ തന്നെ വണ്ടി. അതെ അതെ അതെ. അപ്പോൾ എത്ര കിലോമീറ്റർ? വണ്ടി ഇപ്പോൾ 1600. അതിൻ്റെ ഇടയിൽ ഒരു 1.5 ആഴ്ചയോളം ഈ PPF ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് ഒരു ഡീറ്റെയിലിംഗ് മാഫിയ എന്ന് പറഞ്ഞിട്ടൊരു ഇതിലായിരുന്നു. അവിടെ വണ്ടി കടന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് PPF-ഉം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച്. അത്ര ഓടിയിട്ടുണ്ട്, നന്നായിട്ട് ഓടിയിട്ടുണ്ട്. 20 days പോലും ഇല്ല. 20 days ഇല്ല. അവിടെ അവർ കുറച്ച് ദിവസം എടുത്തു. അവർക്ക് തിരക്കുണ്ടായിരുന്നു തോന്നുന്നു. ഒരു 8-9 ദിവസം എടുത്തായിരുന്നു വണ്ടി കിട്ടാൻ. പിന്നെ അതിനെന്തോ ക്യൂറിംഗ് എന്നൊക്കെ പറഞ്ഞ ടൈം എടുത്തായിരുന്നു. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് ലോങ്ങും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തോ? ലോങ് പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഇതിൻ്റെ ബ്രേക്കിംഗ് വളരെ ക്രിസ്പാണ്. നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ ടയർഡ്നെസ് ഒന്നും അറിയത്തില്ല. പിന്നെ നല്ലപോലെ നമുക്ക് ഇതിൽ എന്ന് പറഞ്ഞാൽ വെറുതെ റാഷ് സ്പീഡ് എന്നല്ല, ആ കൺട്രോൾഡ് ആയിട്ട് തന്നെ നല്ല സ്പീഡിൽ തന്നെ നമുക്ക് കയറി പോകാൻ പറ്റും. സസ്പെൻഷൻ ഇതൊരു സ്പോർട്ടി ടൈപ്പ് ആയതുകൊണ്ട് അത്ര സോഫ്റ്റ് അല്ല. പക്ഷെ എല്ലാ സ്പോർട്ടി വണ്ടികൾക്കും ഹാർഡ് സസ്പെൻഷൻ ആയിരിക്കുമല്ലോ പൊതുവെ കമ്പാരിറ്റീവ്. അതായത് ഹാൻഡ്ലിങ്ങിന്റെ ഭാഗമായിട്ട് ഈസി ആയിട്ട് ക്ലോക്ക് ചെയ്യും. അതെ, വളരെ പെട്ടെന്ന്. അതായത് എനിക്ക് തോന്നുന്ന കമ്പനി പറയുന്നത് 0 to 100 6.2 അങ്ങനെ എന്താ പറയുന്നത്. നമുക്കത് ഭയങ്കര പെട്ടെന്ന് ഫീൽ ചെയ്യും. ഞാൻ പ്രത്യേകിച്ച് ഐസ് വണ്ടികളാണല്ലോ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് മാറുമ്പോൾ വ്യത്യാസം ഞാൻ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സിൻ്റെ വണ്ടി ഓടിച്ചതല്ലാതെ സ്വന്തമായിട്ട് ആദ്യത്തെ ഇലക്ട്രിക് ആണ്. അപ്പോൾ ഇതിൻ്റെ ആ വ്യത്യാസം ശരിക്കും ഉണ്ട്. ശരിക്കും ഒരു EV-ലോട്ടുള്ള മീൻസ് ഈ വണ്ടിയുടെ ഇൻസ്പയർഡ് ആയിട്ടാണോ അല്ല വേറെ EV വണ്ടികൾ അല്ലെങ്കിൽ EV വണ്ടിയിൽ ഞാൻ ഒത്തിരി ഇൻസ്പയർഡ് അല്ല. ഇതിൻ്റെ ഈ സ്റ്റൈലും പിന്നെ ഇതിൻ്റെ ഈ പവറും ഇങ്ങനത്തെ നമ്മൾ വായിച്ചല്ലോ ഇവർ ലോഞ്ച് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ ഹോട്ട് ഫാക്ടർ ആയിരുന്നല്ലോ. ഹോട്ട് ഫാക്ടർ ആയി. അപ്പോൾ ഇതിൻ്റെ ഒരു ലംബോർഗിനിയൊക്കെ പോലത്തെ ഒരു അന്ന് ഫോട്ടോ കാണുമ്പോഴേ ഇപ്പം അങ്ങനെ ഒരു സ്റ്റൈൽ ഒരു പ്രത്യേക ഒരു ലുക്കാണല്ലോ. എനിക്ക് B9 അത് ഇഷ്ടപ്പെടുന്നത്, അതാണ് കൂടുതൽ ബുക്കിംഗ് പോയിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റൈൽ സ്പോർട്ടി ഡിസൈൻ. ഇന്റീരിയർ ആണെങ്കിൽ പോലും ഇന്റീരിയർ ആണെങ്കിലോ അതെ. പക്ഷെ അന്ന് ഈ ഫോട്ടോ വീഡിയോ മാത്രം കണ്ടാണ് ബുക്ക് ചെയ്തത് ലോഞ്ചിന്റെ ജസ്റ്റ് ഒരു റാൻഡം വിഷ്വൽസ് മാത്രം കണ്ടു. കാരണം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തതിലേക്ക് കിട്ടൂലെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു. ഓക്കെ, അപ്പം ഇതല്ലാതെ മീൻസ് നൈനി നോക്കിയില്ല. ഇല്ല, ഞാൻ അവിടെ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ലുക്ക് വൈസ് സ്പോർട്ടി അതാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിന്റെ എക്സ്ട്രീമിൽ നമുക്ക് ലുക്ക് ആണെങ്കിൽ ഉറൂസുമായിട്ട് സിമിലർ ആണ്. ഇന്റീരിയർ ആണെങ്കിൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുള്ളൂ. നമ്മൾ നേരിട്ടധികം കാണുന്ന സിമിലാരിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഈവൻ ഇന്റീരിയർ ആണെങ്കിൽ പോലും ഒരു കോക്പിറ്റ് ഇൻസ്പയർഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, അത് ഉള്ളിൽ കാണാതെ കോക്പിറ്റ് ഇൻസ്പയർഡ്. അത് നല്ല രസമാണ്. നമുക്ക് ഡ്രൈവിംഗ് സീറ്റും എല്ലാം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം. എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയോ, ശരിക്കും നമ്മൾ ഈ സീറ്റ് ഫ്രണ്ട് രണ്ടിൽ സീറ്റ് നമ്മൾ പുറകിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഏലിയൻ ടച്ച് പോലെ ഒരു ബാക്കൊക്കെ ഒരു പുറകെ നോക്കുവാണെങ്കിൽ ആ ഒരു ഫീൽ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര നൈസായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പോൾ നമുക്ക് ഒരു ബാറ്ററി അല്ലെങ്കിൽ EV വണ്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലേ ഇല്ല. അപ്പോൾ ഫസ്റ്റ്ലി എടുത്തു, അതായത് ഐസിൽ നിന്ന് പെട്ടെന്ന് ഒരു EV-ലോട്ട് വരികയാണ്. അപ്പോൾ ആ ചേഞ്ചസ് അഡാപ്റ്റേഷൻസ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കാര്യം എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തോ? കാര്യം അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ആപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചാർജ് ചെയ്യുന്ന പൈസയൊക്കെ അതിൽ കാണിക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര കുറവായിട്ടാണ് പെട്രോളിനേക്കാളും തോന്നുന്നത്. പിന്നെ എനിക്ക് ബാക്കി ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വേറെ EV വണ്ടികളുണ്ട്. അങ്ങനെ ഒരു EV അതിന് ഒരു ഇത് തോന്നിയിട്ടില്ല. ഇതിൻ്റെ ഈ ലുക്സും ഇതുമൊക്കെ കണ്ടുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാരും ഒത്തിരി പേര് ബുക്ക് ചെയ്യുന്ന ആ ഒരു. പിന്നെ ഇതിൻ്റെ പെർഫോമൻസും ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ കൂടെ ഇതിന്റെ വിശേഷങ്ങൾ പറയാനായിട്ട് സാറിന്റെ വൈഫായ മാഡം കൂടെ ഉണ്ട്. മാഡത്തിന്റെ പേര്? അഞ്ജു. പ്രൊഫഷൻ? ഞാൻ ടീച്ചറാണ്. പഠിപ്പിക്കുകയാണല്ലേ. അപ്പം ഈ വണ്ടി സാറിന്റെ കൂടെ തന്നെ ഓടിക്കുന്നുണ്ടോ? അതോ പുള്ളിക്കാരി വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെടുത്ത് ഞങ്ങൾ ഇടയ്ക്ക് രാത്രിയിലൊക്കെ ഇങ്ങനെ ഡ്രൈവൊക്കെ ജസ്റ്റ് ഇത് കിട്ടിയത് കൊണ്ടുള്ള ഒരു പുതിയൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസിലേക്ക് ഡ്രൈവിംഗ് പാഷനായിട്ടുള്ള ഒരു വളരെ കുറവാണ്. ഇഷ്ടമാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരാണ് കേട്ടോ ഒരു ഫാമിലി. സാധാരണ ഒന്നെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, രണ്ടുപേരിൽ ഒരാൾക്കാണ്
എൻ്റെ വീട്ടിൽ ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയമാണ് വൈഫിന് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമില്ല, ഡ്രൈവ് പഠിക്കുകയില്ല. അല്ല അങ്ങനെയല്ല, സാധാരണഗതിയിൽ കാണാറില്ല. മോസ്റ്റ് പ്രോബബ്ലി ഒന്നെങ്കിലും ഹസ്ബൻഡ് ആയിരിക്കും അല്ലെങ്കിൽ വൈഫ് ആയിരിക്കും കൂടുതലും ഒരു വണ്ടിയുടെ താല്പര്യം. രണ്ടുപേർക്കും ഒരേപോലെയാണല്ലേ. അപ്പം PG കഴിഞ്ഞ സമയത്തോട്ട് ഡ്രൈവിംഗ് തുടങ്ങിയതാണ്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ. എന്തെങ്കിലും പുതിയ വണ്ടിയൊക്കെ കിട്ടുവാണെങ്കിലും ഇപ്പൊ ഒരു വലിയ വണ്ടിയൊക്കെ ഒരു ഫോർച്യൂണറോ അങ്ങനെ ഏത് വണ്ടി വന്നാലും ഓടിച്ചു നോക്കാം നമുക്ക് പെർഫോമൻസ് അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ഇനിഷ്യലി വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ ആക്ച്വലി ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് നമുക്ക് കിട്ടിയത്. ഞങ്ങൾ വലിയ ലോങ് റൺ ഒന്നും പോയില്ല, എങ്കിലും നമ്മള് ഇവിടെ ലോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു എറണാകുളം വരെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയത്. വളരെ കംഫർട്ടബിൾ ആണ്, ഭയങ്കര നല്ലൊരു എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കര ഒട്ടും ഒരു ട്രാവൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഭയങ്കര സോഫ്റ്റ് ഡ്രൈവിംഗ് ആണ്. ഭയങ്കരമായിട്ട് എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് പെർഫോമൻസും കാര്യങ്ങളും? ഈവൻ മാഡം മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന മാഗ്നൈറ്റ് ആണോ അതോ യൂസ് ചെയ്യുന്നത്? അതിൽ മാഗ്നൈറ്റിൽ നിന്ന് ഇതിലോട്ടൊന്നും പെർഫോമൻസ് ഫീലിംഗ് ഇല്ലെന്ന് തോന്നിയോ? പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. കുറച്ച് ഞാനൊരു 80 above ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഒക്കെ നല്ലൊരു ഭയങ്കര കംഫർട്ടബിൾ. അതുപോലെ തന്നെ ഓവർടേക്കിങ്ങിനുള്ള മോഡൊക്കെ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ബൂസ്റ്റ് മോഡ് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നി. വളരെ സേഫ് ആയിട്ട് തോന്നി. ഓവർ സ്പീഡിലല്ല, പക്ഷെ എന്നാലും ഇതിന് കംഫോർട്ടാണ്, ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്പീഡാണല്ലോ, വലിയ വിഷയമില്ലാത്ത. മീൻസ് ഈവൻ കൺട്രോളബിൾ സ്പീഡാണ് അല്ലേ? നമുക്കിവിടെ റോഡുകളിൽ നമുക്കേ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ലീഗലി ഉള്ള സ്ഥലങ്ങൾ അധികം ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നു സ്പീഡ് ലിമിറ്റ് ഒരു 80 ഉള്ള സ്ട്രെച്ചുകളാണ്. ഇനി ദൂരെ എവിടെയെങ്കിലും കുറച്ചും കൂടി അതിന് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും അല്ലേ? ശരിക്കും ഇതൊരു വലിയ വണ്ടിയാണ്. മീൻസ് ലിറ്ററലി നമ്മുടെ മാഗ്നറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആസ് യൂഷ്വലി ഒരു ലേഡീസ് നോക്കുമ്പോൾ ഒരു വണ്ടിയുടെ വലിപ്പമൊക്കെ വെച്ചോടെ അങ്ങനെ വല്ലതും ഫീൽ ചെയ്തോ? എനിക്ക് പൊതുവെ വണ്ടികളോട് ഒരു താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞാൻ ഏത് ഒരു വണ്ടി നമ്മുടെ അല്ലെങ്കിൽ പോലും പുതിയ വണ്ടിയെ ഒന്ന് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഭയങ്കര വലുപ്പമായിട്ട് തോന്നും. ഒരു അകത്തോ അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ദൈവാനുഗ്രഹത്താൽ ഇതുവരെ കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നു. ശരിക്കും പിന്നെ ഡ്രൈവിംഗ് പാഷനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വിഷയമല്ലെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ഇതൊക്കെ ഒരു ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാവുന്നതാണ്. കാര്യം വെച്ചാൽ ഒത്തിരി ലേഡീസ് വണ്ടി ഓടിക്കാൻ പേടിക്കുന്ന കാര്യം, ചെറിയ വണ്ടിയാണെങ്കിൽ പോലും അവർക്ക് ഈ ഭയങ്കര ഒരു ആങ്സൈറ്റി, അതിന്റെ ഒരു ഇതെന്ന് പറയുക സെൽഫ് കോൺഫിഡൻസ് മാത്രമേ ബിൽഡപ്പ് ചെയ്യാനെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം ആക്സിഡൻസ് ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര നന്നായിട്ട് ശ്രദ്ധിക്കുക, റോഡിൽ ഒരു ഓവർ സ്പീഡ് എടുക്കാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ലേഡീസിന്റെ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് പാനിക് ആവുകയാണ്. എന്റെ കാറും പല പ്രാവശ്യവും നിന്നു പോയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ വളരെ കൂളായിട്ട്, പിന്നെ ഒത്തിരി ആളുകൾ ചിലപ്പോൾ ദേഷ്യപ്പെടാം, അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയാണ് സ്ത്രീകൾക്ക്. അതൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എല്ലാരെയും നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റത്തില്ല. ഒരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും നിന്നു പോയിട്ടുണ്ട്. അതൊന്നും അത്രേ ഉള്ളൂ. അതെ, ആദ്യം ലേഡീസിനെ പൊതുവെ ഈ ഒരു അത് കഴിഞ്ഞ അവര് നല്ല ഡ്രൈവേഴ്സാണ്. ഇപ്പൊ പുള്ളിക്കാരി ആദ്യം ഒരു പേടിയൊക്കെ, ഇപ്പം നല്ല ഒരു റേസ് ഡ്രൈവിംഗ് പോലെ നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെ എല്ലാ വണ്ടികളും വലിയ വണ്ടി വരെയൊക്കെ ഓടിക്കും. ഈവൻ മാഡത്തിനോട് ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ റിവേഴ്സ് എടുത്ത് ഇവിടെ സെറ്റ് ചെയ്താലെന്ന് പറഞ്ഞു. മീൻസ് അതാണ് കോൺഫിഡൻസ് ലെവൽ. എവിടെ വേണമെങ്കിലും എടുക്കാന്നുള്ള ധൈര്യമല്ലേ? അതല്ല, അങ്ങനെ ഒരു ആഗ്രഹമാണ് ഈ പറഞ്ഞ പോലെ. എല്ലായിടത്തും ചിലപ്പം ആയിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ ഹെൽപ്പ് എടുക്കാനൊന്നും ഒരു മടിയില്ല. ഇവൻ ഇപ്പം ലേഡീസിനോട് ഇപ്പം ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ലേഡീസിന് അവരുടെ പേടി മാറാൻ, അല്ലെങ്കിൽ ബൈ എക്സ്പീരിയൻസ് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ ആസ് എ ടീച്ചർ ഇത്രേ ഉള്ളൂ. അതായത് നമുക്ക് സെൽഫായിട്ടൊരു കോൺഫിഡൻസ് ബിൽഡ് എനിക്ക് പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കും എന്നൊരു പോസിറ്റീവ് അപ്രോച്ച് ഡ്രൈവിങ്ങിനോടും എടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനീഷ്യലി എല്ലായിടത്തും ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ള ഒരു വിൽ പവർ ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഏതാണെങ്കിലും അത് തരണം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഈ ഒരു നെസസിറ്റി ആണ് ഇന്നിന്റെ എപ്പോഴും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. സാറിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ ഡ്രൈവിംഗ് സ്കിൽ മാമിന്റെ? ഇല്ല, ഞങ്ങള് മാരേജ് ചെയ്യുമ്പോ തന്നെ ഇപ്പൊ എത്ര വർഷമായി? 19 വർഷമായി. അപ്പൊ അന്ന് തന്നെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുമായിരുന്നു, ചെറുപ്പത്തിലെ പഠിച്ചത് കൊണ്ട്. ഞാനത് ചോദിച്ച് റൗണ്ട് ചെയ്ത് പറഞ്ഞത് ആസ് യൂഷ്വൽ ലേഡീസ് ഡ്രൈവിംഗ് പഠിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഹസ്ബൻഡ്, ഇപ്പം ഞാനൊരു ഹസ്ബൻഡ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇവരുടെ ഒരു
ഇപ്പം വൈഫിലാണെങ്കിൽ പോലും ഗിയർ ഇടാൻ പറഞ്ഞാൽ ആ ഒരു കൺഫ്യൂഷൻസ് ഇല്ല. ആ സ്റ്റേജ് എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം തുടക്കത്തിൽ തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും താക്കോലൊന്ന് മാറി ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെ അതെ. പിന്നെ അത് പിന്നെ ഇവിടെ ഇതിൻ്റെ വീടിൻ്റെ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴേ പുള്ളിക്കാരി ചിലപ്പോൾ ട്രക്ക് ഈ ചെറിയ ഇത് തന്നെ പിക്കപ്പ് തന്നെ മാറി ഡ്രൈവർ മാറ്റിയിരുത്തി ഓടിക്കുകയും ഒരു ഇതിന് വേണ്ടി ഞാനൊരു ദിവസം ഫ്രണ്ടിൽ കാറിൽ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കി പറയും ഇപ്പൊ ബസ് ഉണ്ടെങ്കിൽ അതും ഓടിച്ചു പോയാന് കളിയാക്കി. ചിലർക്കൊരു താല്പര്യം ഉണ്ടല്ലോ, ചിലരിങ്ങനെ ഒരു ആവശ്യം ഒരു ജോലിക്ക് പോകണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓടിക്കുന്നു. രണ്ട് ഇതിനോടൊരു അത് നമുക്ക് ഒരാളെ വണ്ടി എടുക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം ഞാനിപ്പം ഇപ്പോൾ B6 സാറിങ്ങനെ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ ആദ്യമേ ആരാണ് സാറിൻ്റെ ഓപ്ഷൻ ആയിരുന്നോ അതോ? എനിക്കാണ് ഏറ്റവും ഓട്ടം വരുന്നത്. എനിക്ക് അങ്ങനെ വലിയ ക്രേസ് ഒന്നും ഇല്ല, എന്നാലും എനിക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഓട്ടമുണ്ട്. അപ്പം ഈ മറ്റേ വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് 2 lakhs kilometers ആവാറായി. ബ്രിസ അത് 2016 എൻഡിൽ എടുത്തതാണ്. അപ്പം അത്രയും ഓട്ടമുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഒരു വണ്ടി മാറ്റുന്നതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ ബ്രസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നല്ല കണ്ടീഷനില്ല, കാരണം ഞാൻ റെഗുലർ മെയിൻ്റനൻസും അങ്ങനെ കാര്യങ്ങളും. അപ്പോൾ അന്നേരം ഇത് വന്നു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പോയി ബുക്ക് എനിക്ക് കിട്ടുമെന്നൊന്നും, കാരണം ഇവരുടെ മഹീന്ദ്രയുടെ ഒക്കെ ചിലപ്പോൾ വെയിറ്റിംഗ് പീരീഡ് 6-8 മാസമൊക്കെ പറയും. താറിൻ്റെ ഒക്കെ ഇനിയിപ്പോൾ ഇതിന് 8 മാസം കണ്ടായി ബുക്കിംഗ് പീരീഡ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളൊരു ആ ലെക്കിലേതും കിട്ടി നമ്മൾ വളരെ കംഫർട്ടബിൾ ആണ് ഓടിച്ചു പോകാനും ഒക്കെ. ക്ഷീണയിൽ സാറിപ്പം ഇതിനെക്കുറിച്ച് റെഫർ ചെയ്തു. അപ്പം മാമിൻ്റെ ഒപ്പീനിയൻ എന്താ? മീൻസ് അല്ല, എനിക്ക് പറഞ്ഞ പോലെ പറഞ്ഞപ്പോ നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നാ ട്രൈ ചെയ്യാം. നമ്മൾ ഏത് വണ്ടി പറഞ്ഞാലും ട്രൈ ചെയ്യാം. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എടുത്തപ്പോ ഞാൻ EV ഇതുവരെ ഓടിച്ചിട്ടില്ല. പിന്നെ എന്റെ ഒരു ക്രേസ് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ തിരിച്ചു വന്നപ്പം അവിടുന്ന് ഇറങ്ങി കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അന്നേരം തന്നെ അവിടുന്ന് ഓടിച്ചു വന്നായിരുന്നു. അപ്പൊ ദൈവം സഹായിച്ചു ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അതെ, പക്ഷെ EV എനിക്കൊന്ന് വളരെ കംഫർട്ടബിൾ, ഒട്ടും സൗണ്ട് ഒന്നുമില്ല, എടുക്കുന്നത് ഭയങ്കര സൈലന്റ് ആണ്. അപ്പൊ ആദ്യം നമുക്കൊരു ഇതുണ്ടായിരുന്നു ഇനിയിപ്പോ EV എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള ഒരു. അപ്പൊ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ ഭയങ്കര നല്ല കംഫർട്ടബിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ പിന്നെ വളരെ നമ്മൾ അങ്ങനെ നോക്കാവുന്ന ഒരു രീതിയിൽ. കൺഫ്യൂഷൻസ് തോന്നിയോ? കാര്യം AC എഞ്ചിനിൽ നിന്ന് അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനിൽ നിന്ന് പെട്ടെന്ന് സൗണ്ട് ഒന്നും ഇല്ലാതെ മൂവ്മെന്റ് ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്, അതൊരു വിഷയമല്ല, അതൊന്നും ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ നമ്മളത് എങ്ങനെയാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, ഇടുന്ന ഗിയർ ഇടുന്ന രീതി എങ്ങനെയാന്ന്, മറ്റേ ഓരോ വണ്ടിയും ഓരോ ടൈപ്പ് അല്ലേ. അപ്പൊ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി, പിന്നെ ഓടിച്ചു. സാറേ വണ്ടി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓൾറെഡി ഫീച്ചേഴ്സ് ലോഡഡ് വണ്ടിയാണ്, അതിനെക്കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നില്ല? ഫീച്ചേഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഈ ഓട്ടോ പാർക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രണ്ട് ബാക്ക് പിന്നെ 360 അതെല്ലാം ഒരുവിധം വണ്ടിയിലും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്കത് ആ ഒരു സെക്യൂരിറ്റി ഇതൊക്കെ വളരെ നന്നായിട്ട് തോന്നും. പിന്നെ അതിനകത്ത് ഒരുപാട് ഇതൊരു കമ്പ്യൂട്ടർ ഒരു മൊബൈൽ പോലെയാണ്. അതെ, ആപ്പുകളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമ്മളിപ്പോൾ ബേസിക്കലി ഓടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആണ് എന്ന് പറഞ്ഞാൽ ഇനിയും അത് അവിടെ ഈ പറഞ്ഞ പോലെ ഒന്നവിടെ പോയിട്ടില്ല. അവിടെ മഹീന്ദ്രയില് അവിടെ യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കണം. നൈറ്റ് ഡ്രൈവിന് പോയപ്പോഴാണെങ്കിലും ലൈറ്റ്സിന്റെ ഒക്കെ അത് അടിപൊളിയായിരുന്നു. സോങ്ങിനനുസരിച്ചുള്ള അതൊക്കെ അടിപൊളിയാണ്. ഇപ്പൊ ഇവൻ ഇതിനകത്തോട്ട് വണ്ടി ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ. ഈ റോഡ് പ്രസൻസ് വന്ന സാധനം ഭയങ്കരമാണ്. അപ്പൊ ഈവൻ എന്നെ പോലെ തന്നെ പുറകെ ചേസ് ചെയ്ത് വന്ന ആൾക്കാരുണ്ടോ? അങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ ഈ വണ്ടി പോകുമ്പോ ഇങ്ങനെ ബാക്കിൽ കൂടെ ഒന്ന് വീഡിയോ എടുക്കുക. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് കോമൺ ആവും, മാറും. തുടക്കത്തിലായതുകൊണ്ട് പിന്നെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിടുമ്പോഴും ആളുകൾ വന്ന് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കും, ചോദിക്കും എങ്ങനെയുണ്ട് വണ്ടി, ചിലർ നമ്പർ മേടിക്കും. പിന്നെ സ്വാഭാവികം നമ്മളാണെങ്കിലും ഇത് വേറെ വണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടെങ്കിൽ നമുക്കൊരു പിന്നെ കാര്യമുണ്ട്. നമുക്ക് ഇത് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മളെടുത്ത റൈറ്റ് ഡിസിഷൻ. കാര്യം ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു ഒത്തിരി ആളുകൾ ഈ വണ്ടി എടുക്കും. കാരണം ഇതിന്റെ ഒരു ലുക്സും ഇതും എല്ലാം വെച്ചിട്ടേ സെലിബ്രിറ്റീസ് വരെ ചൂസ് എടുക്കുന്നുണ്ട്. അതെ അതെ, എല്ലാവരും എടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവം തന്നെ ഇവർ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നെഗറ്റീവ്സ് വല്ലതും ഫീൽ ചെയ്താൽ, ലൈക്ക് ഈ ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് വണ്ടിയാണ്, അപ്പം എറേഴ്സ് വരാനുള്ള സാധ്യത, ലൈക്ക് ബഗ്സ് ഒക്കെ
അല്ലെങ്കിൽ അങ്ങനെ എറേഴ്സ് വല്ലതും ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് വരാനുള്ള സാധ്യത നമ്മൾ ഈ ടീം BHP എന്നൊക്കെ പറയുന്ന ഇതിന്റെ ഒരു ഇതുണ്ടല്ലോ ഫോറം ടീം BHP നെറ്റിൽ അതിനെ നോക്കുമ്പോൾ ഇതിന്റെ യൂസേഴ്സിന്റെ എക്സ്പീരിയൻസുകൾ അതിൽ വായിക്കാം. ബഗ്ഗുകൾ വരുന്നുണ്ട്. എനിക്ക് വന്നു ഒരു ബഗ്, അതായത് ഇതിന്റെ ഡിക്കി ട്രങ്ക് ഓപ്പൺ എന്നും പറഞ്ഞിട്ട് മെസ്സേജ് കാണിച്ചു. അപ്പോൾ ഫുൾ ടൈം ടിങ് ടിങ് ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ടിരിക്കും. എന്നാൽ ഞാൻ നോക്കുമ്പോൾ ഡിക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബഗ്ഗാണ്. ഞാൻ എറണാകുളത്ത് കൊണ്ടുപോയി. ഞാൻ പിന്നെ എറണാകുളം എന്നും പോകുന്ന ആളാണ്. ഇവിടെ ഇപ്പോൾ മൂവാറ്റുപുഴയൊക്കെ ഉള്ളതാണ് എറണാകുളത്ത് പോകണം, കാരണം ഇവിടെ ഇല്ല. ഇതിനുവേണ്ടി സ്പെഷ്യൽ ടീമാണ്. അതെ, അവരൊരു 10 മിനിറ്റും കൊണ്ട് അത് റെഡിയാക്കി. അതെന്തോ ലേണിങ്ങും ഈ സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂസാണ്. നമ്മളിതൊരു ഒരുപാട് ഒരു കമ്പ്യൂട്ടർ പോലെ ഉണ്ടാക്കുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും വരും. കമ്പ്യൂട്ടർ ഇപ്പോൾ വണ്ടി ചിലപ്പോൾ അത് ഈ ഡിക്കി ഓപ്പൺ എന്നും പറഞ്ഞാൽ ചിലപ്പം അതിങ്ങനെ ഫുൾ ടൈം മെസ്സേജ് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അതെ, നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കും കുറെ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ നിർത്തി ട്രങ്ക് അടച്ചു നോക്കി. പക്ഷെ അത് പിന്നെ അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് സോഫ്റ്റ്വെയർ എററാണ്. അപ്പൊ അങ്ങനത്തെ എറർ എനിക്ക് ഒരെണ്ണം വന്നു. ഇപ്പം ഇവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെയാണോ തന്നത്, അതോ? അതെ, അപ്ഡേറ്റ് ചെയ്തിട്ടാണ്. ഇവൻ അതിന്റെ ഒരു ചെറിയ ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നു. ആദ്യം മഹീന്ദ്ര ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ഇഷ്യൂ അതായിരുന്നു. കാരണം വെച്ചാൽ ഇനിഷ്യലി ഇത്രയും ലോഡർ ഫീച്ചേഴ്സ് ആണ്. ലൈക്ക് അഡാസ് കൺട്രോൾ ചെയ്യുന്നു, ഈവൻ സീറ്റ് എല്ലാം സീറ്റ് ബെൽറ്റ് ഇടണം എല്ലാവർക്കും ഇടണം. ബാക്കിലാണെങ്കിൽ ഇത്രയും ലോഡഡ് ആയിട്ടൊരു വണ്ടിക്ക് ഫസ്റ്റ് ബാച്ച് എന്ന രീതിയിൽ ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം മഹീന്ദ്ര ഏത് സാധനമാണെങ്കിലും അത് നമ്മളത് സഫർ ചെയ്യണം. ഇനി വരുന്നവർക്ക് അത് പക്ഷേ ബെനിഫിഷ്യൽ ആയിരിക്കും. കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് ചെറിയ ചെറിയ നിഗിൾസ് ഒക്കെ അവർ കറക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കാര്യമുണ്ട്, നമ്മൾ ഈ ഇനിഷ്യലി യൂസ് ചെയ്യുന്ന ഈ ഒരു ഗ്ലിംസ് നമുക്ക് കിട്ടത്തില്ല അല്ലേ? ഒരു എന്നാ പറയാ, തുടക്കത്തിലെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് സത്യത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു ഇതുപോലെ ഒരു ഇതെടുക്കുന്നു, അങ്ങനെ ഒരു വലിയ വണ്ടിയാവും നമുക്കൊരു പ്രതീക്ഷ. ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ലുക്ക്, പക്ഷെ ഇത് ഇങ്ങനെ ആളുകൾ അങ്ങനെ നമ്മളൊരു നോക്കണം എന്നുള്ള രീതിയിലൊന്നും എടുത്ത വണ്ടിയൊന്നും അല്ല. ഇന്ത്യയിൽ ആദ്യമാണിത്. അതെ, ഈ സംഭവങ്ങളെല്ലാം ഇന്ത്യയിൽ ആദ്യമാണ്. എല്ലാവർക്കും സ്ട്രേഞ്ച് ആണ്, ഭയങ്കര സ്ട്രേഞ്ച്. അതെ, അല്ല വന്നു കഴിഞ്ഞപ്പോഴേ ഇതിന്റെ ഒരു ലുക്സും വന്നു കഴിഞ്ഞപ്പോൾ സൈബർ ട്രക്ക് വണ്ടി ഈവൻ പാരലൽ പാർക്കിംഗ് ഒക്കെ നമ്മള് എൻഡവറിലും അതുപോലെ കൂടുതൽ സാധനമാണ്. ഈവൻ പണ്ട് നമ്മുടെ ചരിത്രം സൃഷ്ടിച്ച സെലേറിയോ ഓട്ടോമാറ്റിക് സൃഷ്ടിച്ചത് ഇത്ര അഫോർഡബിൾ ആയിട്ട് ഓട്ടോമാറ്റിക് ഗിയർ കൊണ്ടുവന്ന അവരാണ് മാരുതി. അതേപോലെ തന്നെ ഇവർ ഫീച്ചേഴ്സിലോട്ട് ഭയങ്കര ലോഡഡ് ആയിട്ടൊരു സാധനം. ഇവൻ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് തോന്നുന്നു ഇത്ര ഫീച്ചറുള്ള വേറൊരു വണ്ടി പ്രീമിയം കാർ ഇല്ല. ഇത് എനിക്ക് തോന്നുന്നു ഭയങ്കര വിലയാ ഇതിന്. ഈ സെഗ്മെന്റിലോട്ടൊക്കെ വരുമ്പോൾ ഈവൻ റൂം സെക്കൻഡ് നമുക്ക് ആലോചിക്കാം, 3CR ഒക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു സെഗ്മെന്റിലുണ്ട്. ഇപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും റേഞ്ച് ഇത് ഇവർ അഷ്വർ ചെയ്യുന്നത് 650 സംതിങ് ആണല്ലോ. നമുക്ക് മോസ്റ്റ് പ്രോമിസിംഗ് ആയിട്ട് എത്ര ഒരു 650 എന്ന് പറയുമ്പോൾ നമുക്ക് 80% വണ്ടി ചാർജ് ആവുള്ളൂ. അത് കമ്പനി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും ബാറ്ററി ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട്. നെറ്റിലൊക്കെ ഒക്കെ അറിയാം 80% വരെ ചാർജ് ചെയ്യുന്നതാണ് ബാറ്ററി ലോങ് ലൈഫിന് 20 to 80. അപ്പോൾ 80% വരെ എൻ്റെ ഒരു ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിക്കുന്ന ഇതിലായതുകൊണ്ട് എനിക്കൊരു 400 റേഞ്ച് കാണിക്കുന്നത്. 400 പക്ഷെ പതുക്കെ ഒരു ദിവസം ഓടിച്ചപ്പോൾ അത് കൂടുതൽ കാണിക്കുന്നുണ്ട്, 500ന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പം റേഞ്ച് ഈ പറഞ്ഞ ഇവർ ഒരു 500+. പതുക്കെ നമ്മൾ ഓടിച്ച് വളരെ കൺട്രോൾഡ് ഒരു 50-60 ഓടിക്കുവാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 500 കിട്ടും. അത് ഭയങ്കര പാടായിരിക്കും. ഈ വണ്ടി ഓടിക്കാൻ അങ്ങനെ പറ്റില്ല. ഇല്ലെങ്കിൽ ഒരു 400 അത് പ്രതീക്ഷിച്ചാൽ മതി. 400 അല്ലേ? കാരണം ഇവരുടെ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ അറായി ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് അതുപോലത്തെ ട്രൈ അത് നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട. എന്നാലും ഇപ്പൊ 2 ദിവസം സുഖമായിട്ട് എറണാകുളം പോയി വരാം. തീർച്ചയായിട്ടും. ഇവൻ നമ്മൾ ലോങ് ഒക്കെ പോവാണെങ്കിൽ റീജനറേഷൻ ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം കുറച്ചുകൂടെ റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ സിറ്റി ലൈഫിൽ ഒരു 400-400 ഒരു 80% ഒക്കെ ചാർജ് ചെയ്തിട്ടും അല്ലേ? ആ സിറ്റി ലൈഫിൽ 1 പെഡൽ ഡ്രൈവിംഗ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചാർജ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി ബ്രേക്ക് ആവും 1 പെഡലിൽ ഇട്ട് കഴിഞ്ഞാൽ. അത് അന്നേരം അത്രയും ബാറ്ററി റീജനറേഷൻ ആ മോഡൊക്കെ നമുക്ക് യൂസ് അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. സ്പെക്സ് ഒക്കെ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയോ? അല്ല, ഒരുവിധം എല്ലാം യൂസ് ചെയ്തു. പിന്നെ എന്തൊക്കെയോ 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. അത് പിന്നെ ഇതിനകത്ത് ഇപ്പം കാർപ്ലേ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മളോട് ഇത്ര നേരം മാം ഉണ്ടായിരുന്നു. മാമിന് ഇപ്പോൾ എമർജൻസി ആയിട്ട് പേപ്പർ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സാറേ. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ ടീച്ചറാണ്, നമ്മളോട് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ മാമിനെ പറഞ്ഞു വിട്ടുകൊണ്ട് ബാക്കി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അല്ലേ? വണ്ടിയുടെ ഇന്ത്യയിലും കുറേ കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു. അപ്പം പറഞ്ഞേ. അപ്പോൾ പുള്ളിക്കാരി ഇതിൽ താല്പര്യമുണ്ട്. ഇപ്പം ഓടിക്കാനൊക്കെ. ഇപ്പം പ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പം ഒരു വലിയ ഒരു ഡിഫൻഡർ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിക്കട്ടെ എന്ന് കരുതി ഒക്കെ എടുക്കുന്നത് കണ്ടു. പിന്നെ അത് എടുത്തുകൊണ്ട് പോയി.
ബാംഗ്ലൂർ ടൗണില്. അതെ, ഞാനോർത്തു ഇതിന്റെ വില അറിയാലോ, നമ്മള് വീട് വിറ്റ് കഴിഞ്ഞാൽ പോലും എന്റെ പൈസ കൊടുക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ ഏതായാലും ഒരു കുഴപ്പമില്ല, തിരിച്ചു വന്നു. ഭയങ്കര ക്രേസ് ആണ് അല്ല, അതിനോട് വലിയ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ, അതാ പറഞ്ഞത്, ഏത് വണ്ടി കിട്ടിയാലും അത് നമ്മളോട് മുമ്പേ പറഞ്ഞില്ല, അപ്പം മാം പോയതുകൊണ്ട് ഡിഫൻഡർ എടുത്തോണ്ട് പോയത്. പിന്നെ സാർ ഇത് പ്രൊഫഷണൽ വെറ്ററിനറി ഡോക്ടറാണ് അല്ലെ വേറെ എന്തെങ്കിലും? അല്ല, ഞാൻ വെറ്ററിനറി ഡോക്ടറാണ്. ഞാൻ മുമ്പ് ആർമിയിലായിരുന്നു. ഓക്കെ, ആർമിയിലായിരുന്നു. അവിടെ മേജറായിരുന്നു. അവിടെ ഞങ്ങൾക്ക് അവിടെ ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ട് ആർമിക്ക്. പിന്നെ ഹോഴ്സസിൻ്റെ ഇതുണ്ട്. കാശ്മീരിലൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ കേരള ഗവൺമെൻറ് സർവീസിൽ വെറ്ററിനറി സർജനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ കാര്യം ചോദിച്ചോണ്ട് സാറിന് ശരിക്കും പ്രായം എത്രയുണ്ട് ചോദിക്കുന്നത് ശരിയല്ല. പ്രായം എനിക്കിപ്പം ഈ ജൂൺ വരുമ്പോൾ 49 വയസ്സാണ്. 49 വയസ്സിൽ ഒരു മനുഷ്യൻ്റെ സൈഡിൽ നിൽക്കുന്ന കേട്ടോ. മുമ്പ് ഞാനൊന്നും ഞെട്ടിയായിരുന്നു, കാര്യം 19 വർഷമായി കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേനാണെങ്കിൽ പെട്ടെന്നൊന്നും ഞെട്ടിയായിരുന്നു. രണ്ടുപേരും അതേപോലെ തന്നെ അല്ലേ, അടിപൊളിയായിട്ട്. നമ്മൾ സർവീസിലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങനെ ഒരു ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാടൊന്നും എന്താവാറില്ല, എന്നാലും ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഒരു ഇത് വയസ്സും ഒരു ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ. ഇപ്പം പിന്നെ പ്രൈവറ്റ് അത് പോന്നിട്ട് ഇപ്പം 2010 ഞാൻ ആർമിയിൽ നിന്ന് പോകുന്നതാണ്, ഷോർട്ട് സർവീസ് കമ്മീഷൻ കഴിഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഗവൺമെന്റ് സർവീസിലുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ആണ് ഇപ്പം. ഈ ഫീൽഡിൽ തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അല്ല, എനിക്ക് കൂടുതലും ഈ പെറ്റ് പ്രാക്ടീസ് അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് താല്പര്യം. ആർമിയുടെ ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ടും. അതെ, അത് ഞാൻ അവിടെ സെർവ് ചെയ്തതിൻ്റെ അടുത്തൊരു സ്ഥലമായിരുന്നു ഇപ്പം ഈ ഉണ്ടായത്. എപ്പോഴും ഇവിടുന്നാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ കാശ്മീർ പോകുമ്പോഴും ഞാൻ എപ്പോഴും നമുക്ക് അവിടെ സെർവ് ചെയ്തുകൊണ്ട് അറിയാം ഇത് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും കാര്യം ഒരു നോർമൽസി ഒക്കെ തോന്നുമെങ്കിൽ അത് അവിടെ ഈ 1-2 ആൾക്കാർ മതി. പക്ഷെ ഒരു എപ്പോഴും ഒരു റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ നടന്നത് വളരെ ഒരു ദുഃഖകരമായൊരു കാര്യമാണ്. ആൾക്കാർ ടൂർ പോയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പം പുള്ളിക്കാരിയുടെ ഒരു സുഹൃത്ത് അവരിന്ന് പോകാനിരുന്നതാണ്, അതൊക്കെ മാറ്റി. ആൾക്കാരെല്ലാം കാശ്മീരെല്ലാം അവിടെയുള്ള ആളുകൾക്കും അതൊരു നഷ്ടമാണ്. കാരണം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരെയും ബാധിക്കുന്നുണ്ട് നന്നായിട്ട്. അവരെ നന്നായിട്ട് അതെ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ ബാക്ക് ടു B6. ഇപ്പം ഒരു ഇനിഷ്യലി ഇതിന്റെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കാര്യം വെച്ചാൽ ഇതിനു മുമ്പ് ബ്രസ്സല്ലേ യൂസ് ചെയ്തിട്ടുണ്ട്? അതെ അതെ, ബ്രസ്സ ഡീസലായിരുന്നോ? അത് ഡീസലായിരുന്നു. 2 ലക്ഷം കിലോമീറ്റർ. എനിക്ക് പൊതുവേ ഇങ്ങനെ വണ്ടിക്കൊരു പവർ ഇഷ്ടമുള്ള ഒരാളാണ് വണ്ടി ഓടിക്കുക. അപ്പോൾ ബ്രസ്സ് ഞാൻ എടുക്കുന്നത് 2016 ഡിസംബറിലാണ്. അപ്പോൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മൈലേജിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് വണ്ടിക്കൊന്നും ഒരു പവറില്ല. ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ട് കേട്ടോ. ഞാനത് പറയാതെ മൈലേജ് കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു അത്യാവശ്യം പവർ വേണം. അപ്പോൾ ഞാനത് അന്നത് എൻജിൻ റീമാപ്പ് ചെയ്തു. എറണാകുളത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളാണ് സയന്റിഫിക് ആയിട്ട് ചെയ്യുന്നുള്ളൂ. റീമാപ്പിംഗ് ഉണ്ട്. ഞാൻ പീറ്റ്സ് എന്നും പറഞ്ഞ ഒരു ഇതാണ്. അവർ അത് എൻജിനൊന്നും ഓൾട്ടർ ചെയ്യുന്നില്ല, അതിൻ്റെ സോഫ്റ്റ്വെയറിലാണല്ലോ ചേഞ്ച് വരുന്നത്. നല്ലപോലെ പവർ കൂടിയായിരുന്നു, എനിക്ക് നല്ല കംഫർട്ടായിരുന്നു. ഞാനത് ഒരു 1,87,000 എനിക്ക് തോന്നുന്നത് വണ്ടി എക്സാക്ട്. അത് 1,87,000 കിലോമീറ്റർ ഓടിച്ചു, ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ റീമാപ്പ് ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് പവർ കൂടുതൽ കിട്ടും. അതായത് കമ്പനി മാക്സിമം പെട്രോൾ സേവ് ചെയ്യാൻ വേണ്ടി ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മളത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പവറിനനുസരിച്ചിട്ട് ഫ്യൂവല് കുറച്ച് കുറയും. എനിക്ക് വന്നൊരു 2 ഇപ്പം 18 കിട്ടുവാണെങ്കിൽ 16 ആവുമായിരുന്നു. എന്നാലും വലിയ കുറവൊന്നുമില്ല, ഹ്യൂജ് ഡിഫറൻസ് വരുന്നില്ല. പിന്നെ നമ്മുടെ പവർ ഭയങ്കര പവറൊക്കെ ആക്കി വെച്ചാൽ ചിലപ്പോൾ കുറവായിരിക്കും. എനിക്ക് വേണ്ട ഒരു അത്യാവശ്യം നല്ല പവറിലായി കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാർ റീമാപ്പിനെ കുറിച്ച് ആലോചിക്കുന്ന കാലത്ത് നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. അന്ന് ഇതുപോലെ ആദ്യം ഞാൻ റീമാപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ പവറായിരുന്നു. കാല് കൊടുക്കുമ്പോഴേ ചാടുക. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും നമുക്കൊരു കംഫർട്ട് ഇല്ലല്ലോ. പിന്നെ ഞാനത് തിരിച്ചു കൊണ്ടുപോയി അവർ നമ്മുടെ അനുസരിച്ച് ട്യൂൺ ചെയ്തു. നമുക്ക് സോഫ്റ്റ് ട്യൂണിങ്, അത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അത്ര സോഫ്റ്റും അല്ല, കുറച്ചൊരു അഗ്രസീവ് ആണ്. പിന്നെ അത് പല ആൾക്കാരും എൻ്റെ പ്രസ് ഓടിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഇതിനൊരു വ്യത്യാസം ഉണ്ടല്ലോ പവറിന്. ട്യൂൺ ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു പവർ ലോഡ് ഒരു കോൺഷ്യസ് ആണ് ഇപ്പോഴും. അതെ അതെ, അത് ഒരു മേജർ ഫാക്ടർ ആയിരുന്നു ഇത് എടുക്കാനായിട്ട്. അപ്പം ഇത് എടുത്തതിനകത്ത് പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് വേറെ ആ പവറിന്റെ ഫീല് നമുക്ക് ഇവിടെ തന്നെ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ടോ? നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഞങ്ങൾ അന്ന് ചെറിയ ടെസ്റ്റ് ഡ്രൈവ്. അതെ അതെ അതെ. പിന്നെ സ്റ്റെബിലിറ്റി ഭയങ്കരമാണല്ലോ. സ്റ്റെബിലിറ്റി നന്നായിട്ട്. ഇപ്പം ഈവൻ ബ്രേക്കിംഗ് ആണെങ്കിൽ പോലും പക്ക ബ്രേക്ക്. അതാണ് നമ്മൾ എത്ര സ്പീഡ് ഓടിച്ചാലും സേഫ്റ്റി ആണല്ലോ മെയിൻ. പിന്നെ നമ്മൾ ഒരു എന്താ പറയുക, സ്പീഡ് എന്ന് പറഞ്ഞാലും നമ്മുടെ
റോഡാണ്. നമ്മൾ ആ ഒരു ലിമിറ്റിലുള്ള, കാരണം വണ്ടി എത്ര വേണമെങ്കിലും ഓടും, പക്ഷെ നമുക്ക് ഓടിക്കാനുള്ള റോഡും സാഹചര്യം ഒക്കെ നോക്കി വേണം ഇത്രയും. അതിനകത്ത് ആദ്യം തന്നെ ഇവർ പറയുന്നുണ്ട് ഇതിങ്ങനെ ഭയങ്കര പവർഫുൾ വെഹിക്കിളാണ്, വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഒരു അനൗൺസ്മെന്റ് പോലെ വരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വാഷണറി വാണിംഗ്. അതുകൊണ്ട് നിങ്ങൾ റെസ്പോൺസിബിൾ. ശരിക്കും ആൾക്കാർക്ക് ഇതൊരു ഫെമിലിയർ ആകുന്ന വരെ ഒരു സേഫ് ഡ്രൈവിംഗ് അറിയപ്പെടുന്നില്ല. കാരണം വെച്ചാൽ അല്ല, അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര നമുക്കൊരു ഒരു 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 അഡ്രിനലിൻ ബൂസ്റ്റ് പോലെയൊക്കെ വരുമ്പോൾ ഓടിച്ച് അപകടം ഉണ്ടാവും. പറയാൻ കാര്യം നമ്മൾ ഈവൻ 220 ഡ്യൂക്ക് 390 പോലുള്ള ബൈക്കുകൾ ആദ്യം ഇറങ്ങും ഭയങ്കര അപകടമായിരുന്നു. കാര്യം 150cc വണ്ടിയിൽ നിന്ന് ഒരു അപ്ഡേഷൻ ചെയ്യുമ്പോൾ അൺകൺട്രോൾ ആയിട്ടുള്ള സ്പീഡിലോട്ട്. അതെ, നമുക്ക് കാലൊക്കെ കൊടുക്കുമ്പോൾ റേസ് മോഡൊക്കെ ഇടുമ്പോഴേ ഭയങ്കരമായിട്ട് നമുക്കൊരു ഇത് തോന്നും, ഒരു ത്രില്ല് പോലെ തോന്നും. പക്ഷെ അത് അവിടെ നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒക്കെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം സാഹചര്യമാണ്. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. മേ ബി അതല്ല കാര്യം, ഇത് 283 bhp എന്ന് പറയുമ്പോൾ തന്നെ ഒരു. അതെ, പിന്നെ ഇലക്ട്രിക് മോട്ടറും കൂടെ ലാഗ് ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് ഓൾമോസ്റ്റ് 6 സെക്കൻഡിൽ എത്തും. നമ്മൾ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ആ ഒരു ഡെലിവറിയാണ്. ഇപ്പം ഓവറോൾ യൂസ് ചെയ്തിട്ട് ഫീച്ചർ, കൺവീനിയൻസ്, കംഫോർട്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് വണ്ടി? ഫീച്ചേഴ്സ് ഫുള്ളി ലോഡഡ് ആണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു റേറ്റിന്, ഈ ഒരു കോസ്റ്റിന് എനിക്ക് തോന്നുന്ന ഒരു വളരെ അഡ്വാൻസ്ഡ് വണ്ടികളുടെ ഫീച്ചേഴ്സ് ഉണ്ട്. കംഫോർട്ടും ഇതിൻ്റെ സീറ്റ് ഓട്ടോമാറ്റിക്കലി എല്ലാം അതുണ്ട്. റൈഡ് കംഫോർട്ട്, നല്ല റൈഡ് കംഫോർട്ട്, സ്റ്റെബിലിറ്റി. കൂപ്പേ ആയതുകൊണ്ട് SUV-യുടെ പോലെ ബോഡി റോളില്ല. ബ്രസ്സൊക്കെ നല്ല ബോഡി റോളുണ്ട്. എന്നാൽ സെഡാനിൻ്റെക്കാളും കൂടുതൽ ബോഡി റോളുണ്ട്. പിന്നെ സ്പോർട്ടി വണ്ടി ആയതുകൊണ്ട് സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്, എന്നാൽ അത്ര ഹാർഡല്ല, നമുക്കത് വലിയ ഫീൽ ചെയ്യത്തില്ല. ബാക്ക് സീറ്റിലോട് അത് ഡിസ്കംഫോർട്ട് അധികം ഡിസ്കംഫോർട്ട് ഇല്ല. ഞാൻ അധികം ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടില്ല. എന്നാലും അപ്പോൾ ബാക്ക് സീറ്റിൽ അങ്ങനെ കുറച്ചൊരു ഇത്. പക്ഷേ ഇവിടെ ആൾക്കാർ ഇരുന്നിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ടില്ല. ഈവൻ നമ്മൾ ഈ റൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബാക്കിലിരിക്കുമ്പോൾ വിഷയമുള്ളൂ. പക്ഷേ അങ്ങനെ വലിയ കുഴപ്പമില്ലെന്നാണ് ഇരുന്നവർ പറഞ്ഞത്. അപ്പോൾ ഓവറോൾ എങ്ങനെ നോക്കിയാലും വണ്ടി ഇപ്പോൾ ഈ പറഞ്ഞ ഗ്ലിച്ചസ് കുറച്ച് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ അല്ലാതെ ഒന്നും വേറെ മേജർ ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഇതല്ലാതെ ഗ്ലിച്ചസ് നമുക്ക് ഒഴിവാക്കി നിർത്താം. ഫസ്റ്റ് ബാച്ച് വണ്ടിയാണ്, അത് സ്വാഭാവികമായിട്ടും കുറച്ച് ബഗ്സ് ഉണ്ടാകാനുള്ള സാധ്യത നമ്മളെ മുന്നിൽ കണ്ടു. അതല്ലാതെ നെഗറ്റീവ്സ് സാറിന് ഫീൽ ചെയ്യും? നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് എപ്പോഴും ഇതിനകത്ത് നമ്മളൊരു ഓടി വരുമ്പോൾ ഫുൾ പെട്ടെന്ന് എന്നും വാഷ് ചെയ്തത് വൈറ്റ് അതിൻ്റെ ബ്രിസ്സൊക്കെ അത്രയും മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ PPF ചെയ്തതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് കുറേ പ്രൊട്ടക്ഷൻ കിട്ടും. പെട്ടെന്ന് വാഷ് ചെയ്യാം, ചെളി അങ്ങനെയുള്ള കാര്യങ്ങൾ പോകും. പിന്നെ നമുക്ക് അഡ്വാൻറ്റേജ് ആണ് കൂടുതലും. കാരണം ഇപ്പോൾ കറണ്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരു 30,000 രൂപയൊക്കെ ഞാൻ ഒരു മാസം ഇത് അടിച്ചുകൊണ്ടിരുന്നതാണ്, പെട്രോൾ അടിച്ചുകൊണ്ടിരുന്നതാണ്. ഡീസലും പെട്രോളും മിക്സ് ചെയ്ത് ഒരു പെട്രോൾ ഒരു ഡീസൽ ചേട്ടയ്ക്ക് മാഗ്നറ്റ് കൊടുക്കും. അത് എനിക്ക് തോന്നുന്ന, എനിക്കറിയില്ല, ഒരു മാസം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കുറയുന്നതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ ഈവൻ പോക്കറ്റ് കാലിയാതെ അല്ലെങ്കിൽ പെട്രോൾ അടിക്കാത്ത ഒരു ഫീലിംഗ് വരുമ്പോൾ ഒരു ഗുഡ് ഫീലിംഗ് ആണ്. അതെ, അതായത് ഇതിൻ്റെ വില നമുക്ക് കൂടുതലാണല്ലോ ഇപ്പോൾ ഒരു മറ്റേ വണ്ടി. ആ പൈസ നമുക്ക് ഈ എനിക്ക് തോന്നുന്ന ഈ ഇതിൻ്റെ പെട്രോളിൻ്റെ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ലോണൊക്കെ അടയ്ക്കാനാണെങ്കിൽ അത് ആളുകൾ എടുക്കുമ്പോൾ ഒരു 30,000 രൂപ നമ്മൾ കുറേ ലോൺ അതിൽ അടഞ്ഞു പോക്കോളൂ. ഡിഫറൻസ് അതായത് പെട്രോൾ അടിക്കുന്ന ഈസി ആയിട്ട് ടാലി ആയി പോകും. ഈവൻ അത് മാത്രമല്ല, ഈ പ്രൈസ് റേഞ്ചിൽ ഇത്ര ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി വേറെ ഇല്ല. നമുക്ക് അതിനെ ആ ഒരു രീതിയിലും കണക്കാക്കാം. അതുപോലെ ഇതുപോലെ വണ്ടി കിട്ടുമല്ല എന്നുള്ള രീതിയിൽ. അതെ, എനിക്ക് തോന്നുന്നല്ലേ കിട്ടൂല. ഈ കിയയുടെ ഒക്കെ വണ്ടി ഇതുണ്ട്, പക്ഷെ അതിനൊക്കെ ഭയങ്കര വിലയാണ്. 55-60 lakhs ഓൺ റോഡ്. അതിനേക്കാളും സീലും BYD സീലും. അതെ, അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷെ അതിന്റെ ഡബിൾ ഫീച്ചേഴ്സ് ആണ് ഇതില്. അത് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ആ വണ്ടികളെ കുറിച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ അത്രയും വിലയാണെന്ന് അറിയാം. ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് അറിയാം. അതിനേക്കാളും ലോഡറാണ്. ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ്. 20 lakhs ഡിഫറൻസിൽ ഇവൻ മികച്ച് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ എല്ലാവരും സെലിബ്രിറ്റീസും ഒക്കെ ഒത്തിരി, അവർക്ക് ഇപ്പൊ ലംബോർഗിനി ഒക്കെ ഉള്ള സെലിബ്രിറ്റീസ് ആണ് ഇത് എടുത്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് 30 lakhs ഒന്നുമല്ല. ജസ്റ്റ് എല്ലാ, അതായത് ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നു, സാധാരണക്കാരായ ആൾക്കാർക്കും എടുക്കാം. അതാണ് ഇപ്പൊ നമുക്കിപ്പോൾ ഒരു പ്രീമിയം കാർ ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് എടുക്കാൻ പറ്റൂല, നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക്. പക്ഷേ ഈ ഇതിപ്പോൾ എല്ലാ സെഗ്മെന്റിലും പറ്റിയ ആൾക്ക് ഇതിന്റെ കുറഞ്ഞ, ഇതിപ്പോൾ പാക്ക് 3 മാത്രമേ കമ്പനി കൊടുക്കുന്നുള്ളൂ. ഇതിന്റെ കുറഞ്ഞ മോഡൽസും അവർ ഉണ്ട്. അപ്പോൾ അതും ബുക്ക് ചെയ്തൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിലേക്ക് കിട്ടുമായിരിക്കും. ഇപ്പൊ അതിന്റെ ഒരു 8 month ഡിലേ അവർ പറയുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ടോപ്പ് വേരിയന്റ്സ് മാത്രം അവർ. അതാണ് മഹീന്ദ്രയുടെ വണ്ടികൾക്ക് അതിന്റെ ബേസ് മോഡലുകൾ ആൾക്കാർ പറയുന്നത്. 3XO എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്, അതിന്റെ വെയിറ്റിംഗ് കണ്ട് 1.5 വർഷം അങ്ങനെ കണ്ട. ബേസ് മോഡൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഫീച്ചേഴ്സ്, ഒപ്റ്റിമം ഫീച്ചേഴ്സ് കൊടുക്കുന്നുള്ളതുകൊണ്ടായിരിക്കും, ഡിമാൻഡ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരു പല ജീവികളുടെയും മോണോപോളിയാണ് ഇവിടെ താർത്തോണ്ട് മൈൻഡ് കയറുന്നത്. ഈവൻ അതൊരു ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ എന്നാണെങ്കിലും നമ്മളിവിടെ കണ്ടതിൻ്റെ ഒരു ജസ്റ്റ് ഇതാണ്. നമുക്ക് ഇനി റൈഡിങ് എക്സ്പീരിയൻസ് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ സാറേ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമല്ലേ? കാര്യം ഇതെല്ലാം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ
നമ്മളിത് ഇതിനെക്കുറിച്ചൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കുറച്ച് ഫീച്ചേഴ്സ് സാറ് പഠിച്ച രീതിയിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്കൊന്ന്. ഓക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒരു എക്സ്റ്റീരിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിനൊരു ഫ്രണ്ടിലൊരു ഫ്രങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ബോണറ്റ് തുറന്നിട്ട്. ഇത് ഇലക്ട്രിക് വണ്ടികൾക്ക് ഫ്രണ്ടിൽ എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ലഗേജ് സ്പേസ് ആയിട്ട് അവർ കൊടുക്കുന്നത്. ഇതിന് ട്രങ്കിന് പകരം ഫ്രങ്ക് എന്നാണ് പറയാം, ഫ്രങ്ക് എന്ന് പറയും. അത്യാവശ്യം ഒരു ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ നൈനി ചെയ്തപ്പം പറഞ്ഞു 1 കിലോ മീൻ മേടിച്ചിട്ട് വേണമെങ്കിൽ മണം വരാതെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അതോടെ ഇന്ത്യയിലോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അതുപോലെ 154 ലിറ്ററിന്റെ ഒരു ബൂട്ട് സ്പേസ് അവിടെ നമുക്ക് ഒരു ഹ്യൂജ് ബൂട്ട് സ്പേസ് അടഞ്ഞില്ലല്ലേ. ഓക്കെ, ഈ ഫ്രണ്ടിൽ നമുക്ക് വേണമെങ്കിൽ സ്പേസ് കൈകാര്യം ചെയ്യാം അല്ലേ? അതെ, നമുക്ക് എന്നാണെങ്കിലും ഒരു ഈവൻ ഒരു റൈഡിങ് ആൻഡ് ഒരു ഫീച്ചേഴ്സ് എക്സ്പീരിയൻസും കൂടെ നമുക്ക് ചെയ്യാം. നമുക്ക് കീ ഫോബ് കയ്യിൽ വേണം. ഇതിന്റെ ഡിക്കി ഓർക്കാനായിട്ട് കീ ഫോബ് ഇവിടെ സെൻസർ അവിടെ സെൻസർ ഉണ്ട്. തുറന്നു ഡിക്കി സ്പേസ് വരുന്നത്. അതെ, നമുക്ക് ഇവിടെ എല്ലാം ക്യാമറ എല്ലാം. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിലും 2 രീതി ക്ലോസ് ചെയ്യാം. ഒന്ന് നമ്മൾ ഇതുപോലെ തന്നെ ലെഗ് സെൻസ് ചെയ്താൽ മതി. സ്വിച്ച് തന്നെ ചെയ്യാം. 3 രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇതിപ്പോൾ ക്ലോസ് ആയി. പിന്നെ നമുക്കിവിടെ സ്വിച്ച് ഉണ്ട്, ഇതിൽ ഓപ്പൺ ആവും. പിന്നെ ഇത് നമ്മളിത് ചെയ്യേണ്ട, നമ്മൾ വാഷിങ്ങിനൊക്കെ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞ് വലിച്ചടക്കരുത്. അത് പുതിയ അറിയാവുന്നവർക്ക് അറിയാം. ഇപ്പം അവർ ചില സർവീസ് സെന്ററിലൊക്കെ വാഷിങ്ങിനൊക്കെ കൊടുക്കുമ്പോഴേ വലിച്ചടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇങ്ങനെ തന്നെ അവർക്ക് ഇപ്പം ഇതില്ലല്ലോ, ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്യണം. അതെ, അത് ചിലപ്പോൾ അവർക്ക് ചെറിയ വാഷിംഗ് പ്ലേസിലേക്ക് ആണെങ്കിൽ അവർ വലിച്ചടച്ചു കഴിഞ്ഞാൽ. അതുപോലെ ഇതിലും തുറക്കാം നമുക്ക്. ഇതിലിങ്ങനെ പ്രസ് ചെയ്താൽ മതി. 3 ഓപ്ഷൻ, എല്ലാത്തിനും ഓരോ ഓപ്ഷൻ ഞങ്ങൾക്ക് കൂടുതലാണ്. അതേപോലെ ക്ലോസ് ചെയ്യണമെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ നമുക്ക് ഈ മൂവിങ് അത് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ റിവേഴ്സ് ഡയറക്റ്റ് നമുക്ക് വണ്ടി ഇടാം. ഇപ്പൊ കീഴിലേക്ക് പിടിച്ചാലും സീനില്ല, ഇടിക്കില്ല. അവിടെ സെൻസ് ചെയ്തിട്ട് അതിന്റെ ചുറ്റും റഡാർന്ന് പറഞ്ഞത് 6 റഡാറാണ് വണ്ടിയുടെ ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സാധാരണ ഈവൻ നമ്മുടെ വണ്ടികളിലൊക്കെ കണ്ടുവരുന്നത് 1-2 റഡാറൊക്കെയാണ് അരാസിന് കൊടുത്തേക്കുന്നത്. ഇപ്പം 6 റഡാർ ഒരു കമ്പനി തന്നെ കൊടുത്തുകൊണ്ട് തന്നെ. ഡയറക്റ്റ് സ്വിച്ച് ഇവിടെ ഉണ്ട് ഓട്ടോ പാർക്കിന്റെ, ജസ്റ്റ് ഇതിൽ നിന്ന് എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വിർച്വൽ എന്ന് പറയുന്ന ഒരു ഇതെടുത്തു. അതാ പറഞ്ഞത്, ഇതിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെ സോഫ്റ്റ്വെയറിന്റെ വല്ല ഇതുമായിരിക്കും. ഇത് ചിലപ്പോൾ എനിക്കിത് പാർക്കിംഗ് ഇതിൽ എന്തൊക്കെയോ ഇതിലൊക്കെ കിടന്നാലൊക്കെ ഇതാവുള്ളൂ. വിർച്വൽ പാർക്കിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു വരുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അല്ലേ? പാർക്കിംഗ് സ്പേസ് ടൈപ്പ് അതിവിടെ ഒരു ഈ സാധനം ഇത് സെലക്ട് ചെയ്തു. ഓക്കെ, ഇതിന് നമ്മൾ ഇപ്പോൾ വണ്ടി ഇങ്ങോട്ട് വെക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകില്ല. റിലീസ് ദ ബ്രേക്ക് ആൻഡ് സ്റ്റിയറിംഗ് വീൽ സ്റ്റാർട്ട്. ഇനി അവൻ തന്നെ ഏറ്റെടുത്തോളും അല്ലേ? അതെ, ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞങ്ങൾ നമ്മൾ നേരിട്ട് ട്രൈ ചെയ്തിരുന്നു. സ്ഥലമൊക്കെ ഒബ്ജക്റ്റ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടല്ലേ? ഓ, അത്ര സ്പേസ് വേണം. യെസ്, സംഭവം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പൊസിഷനിലേക്ക് വരുന്ന കാണാം നമുക്ക്. തന്നെ തിരി ഇതൊക്കെ ഒരു ഇന്ത്യൻ വണ്ടി കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണല്ലേ? കറക്റ്റ് ആ സാധനം നോക്കിയാണ് കറക്റ്റ് പൊസിഷനിലോട്ടാ സാധനം പോകുന്നത് കേട്ടോ. ഈ റിവേഴ്സിന്റെ പെർസെൻറ്റേജ് ഒക്കെ എന്താ കാണിക്കുന്നുണ്ടോ? ഓ,
നമുക്ക് വലിയ പണിയില്ല, ഡ്രൈവിംഗ് കംഫർട്ട്, പണി കുറച്ചോണ്ടിരിക്കും. പാർക്കിംഗ് കംപ്ലീറ്റ് എടുത്ത് ചെക്ക് സറൗണ്ടിങ്സ് ഫോർ സേഫ്റ്റി എല്ലാം ഒബ്ജക്റ്റ്. ഇതാണ് പാരലൽ പാർക്കിംഗ് അല്ലെങ്കിൽ തന്നെ ഓട്ടോ പാർക്കിംഗ് അല്ലേ? ഓട്ടോ പാർക്കിംഗ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്ക് കീ ഫോബേ തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി നമുക്ക് ഡിസ്റ്റൻസ് അല്ലേ? അതെ അതെ. ഇതിനകത്ത് വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഗ്രൂമി എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. കാണിച്ചത് അത് ഇവിടെ ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത്